ഹലോ, എന്നെ ഒരാൾ ഒരുക്കാൻ വന്നാണ്ടോ? എൻ്റെ പുതിയ ബ്യൂട്ടീഷ്യനാട്ടോ. സ്വന്തം ബണ്ണ് ചീപ്പ് ഇവയെല്ലാം ആയിട്ട് വന്നിരിക്കുക. ഞാൻ അവിടെ നിന്ന് ടി വി കാണുമായിരുന്നു. അപ്പോൾ അമ്മച്ചീനെ ഞാനൊന്ന് ഒരുക്കട്ടെ എന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ മുടിയിലിട്ട് പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വേണ്ട, അപ്പോൾ എന്നെ ഒരുക്കിയേ പറ്റത്തോളെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് വന്നതാ. ബണ്ണിടുന്നുണ്ടോ? ബണ്ണ് ആ മുടിയിലോട്ടിട്ട് അവൾ കുറേ പാടുപെട്ട്, എന്നാലും അവൾ എങ്ങനെയൊക്കെ അത് ചുറ്റി കെട്ടിയിട്ട്. ഞാൻ വേദന എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇതുപോലെ ആ അമ്മച്ചി ബണ്ണിടുമ്പോൾ എനിക്കും വേദന എടുക്കുമെന്ന്. അതൊരു പകരം വീട്ടലല്ലേ? ആയിരിക്കാം, സ്വാഭാവികം. അങ്ങനെ രണ്ട് സൈഡും മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ഞാൻ രാത്രിയാകുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും കെട്ടിവെക്കാൻ പറയുവേ, അതിനുള്ള പ്രതികാരമായിട്ടായിരിക്കാം. എന്തുമായാലും അവൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രണ്ട് സൈഡും മുടി കെട്ടാനായിട്ട് വന്നത്. എനിക്കാണെങ്കിൽ അതിനു വേണ്ടി മുടിയൊന്നുമില്ല കേട്ടോ. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, കുറച്ച് നീളം ഉണ്ടെന്നേ ഉള്ളൂ. ആ നീളമൊക്കെ ഇപ്പോൾ വെച്ചതാ. മുമ്പൊന്നും ഇത്രയും നീളവും ഉണ്ടായിരുന്നില്ല. അപ്പോഴേ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അവൾ വലിയ ബ്യൂട്ടീഷ്യൻ ആവുമെന്ന് ഭാവിയിൽ, അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് എന്നൊക്കെയാണ് പറയുന്നത്. ബണ്ണ് കടിച്ചു പിടിക്കരുതെന്ന് പറഞ്ഞപ്പം പറഞ്ഞതാ. ബ്യൂട്ടീഷ്യന്മാരൊക്കെ അങ്ങനെയാണ്, വായിലൊക്കെ വെച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. എൻ്റെ മുടിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിച്ചിയൊക്കെ എടുത്ത് ചെയ്യുന്ന പണിയുണ്ടോ? സ്ലൈഡ് അവളുടെ തന്നെ കേട്ടോ. ഈ സ്ലൈഡൊക്കെ അവൾ തന്നെ എടുത്തിട്ട് കുത്തുന്നതാ. അവളുടെ സ്ലൈഡ്, അവളുടെ ബണ്ണ്, അവളുടെ ചീപ്പ്, ഇതെല്ലാം അവളുടെ തന്നെ സാമഗ്രികളാട്ടോ. എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ മകള് ബ്യൂട്ടീഷ്യൻ ഒരുക്കേണ്ട ഫൈനൽ ലുക്ക് എങ്ങനെയായിരുന്നു എന്ന് പറയണം. ആദ്യത്തെ ലുക്ക് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ആ പേക്കോലും ഇപ്പോഴുള്ള കോലും എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കൂ. ഞാൻ ഭയങ്കര സുന്ദരിയായിട്ടില്ലേ?